നമുക്ക് ഈ സമയത്ത് നമ്മുടെ കൃപാസന മാതാവിനോട് മധ്യസ്ഥം യാചിക്കാം. നമ്മുടെ ഓരോ ആവശ്യങ്ങളും അപേക്ഷിച്ചതിന് ശേഷം നമുക്ക് 10 പ്രാവശ്യം നമ്മളെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി ഉയർത്തുവാൻ കൃപാസന മാതാവിനോട് യാചിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസന മാതാവേ, ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി ഉയർത്തണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസന മാതാവേ, ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി ഉയർത്തണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസന മാതാവേ, ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി ഉയർത്തണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസന മാതാവേ, ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി ഉയർത്തണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസന മാതാവേ, ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി ഉയർത്തണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസന മാതാവേ, ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി ഉയർത്തണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസന മാതാവേ, ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസന മാതാവേ, ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസന മാതാവേ, ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി ഉയർത്തണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസന മാതാവേ, ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി ഉയർത്തണമേ. ആമേൻ.